നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ 142 യൂണിറ്റ് 4 and 5 രണ്ട് ഇൻ്റർനാഷണൽ പോളിസികളാണ്. നാഷണൽ പോളിസിയും ഫോറിൻ പോളിസിനെ പറ്റിയാണ് ഇന്നലെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ്. അതായത് നമ്മളുടെ നയതന്ത്രപരമായിട്ട് ഇന്ത്യ എടുത്തിട്ടുള്ള പോളിസികളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ആവശ്യങ്ങൾ, മെക്കാനിസംസ് എന്തൊക്കെ കൊടുത്തിരുന്നു, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏതൊക്കെ എക്സ്പേർട്സിൻ്റെ നോളജ് എടുത്തിട്ടുണ്ട്, ടെക്നിക്കൽ സപ്പോർട്ട് എങ്ങനെ വരുന്നു, ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഇപ്പം ഇതിൽ ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി അവരാണ് ഇതിനെ പറ്റി കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ്. പുറത്തുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിക്കുന്നവര്. ഇതില് കോംപ്ലക്സിറ്റി, ഫോറിൻ പോളിസി ഉണ്ടാക്കുന്നതിൽ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ നയതന്ത്രപരം എന്നാണ് അത് പറയാം. രണ്ട് വിധത്തിലുണ്ട്, മാക്രോ എന്നും മൈക്രോ എന്നും ഉണ്ട്. അപ്പോൾ മാക്രോ എന്താണ്, മൈക്രോ എന്നാണ്. അതിൽ കൂടെ എന്തൊക്കെയാണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ കോമ്പിറ്റൻസി, ഓരോ ഡിപ്പാർട്ട്മെന്റും അതേമാതിരി ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവർക്ക് എന്തൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ ലെജിറ്റിമേറ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പോളിസിനെ കൊണ്ടുപോകുന്നത്. മാക്രോ ലെവലിൽ എന്താണ് വരുന്നത് വെച്ചാൽ, ഒരു ഹയർ ബോഡീസിന്റെ ഒരു ഉന്നതതല ആൾക്കാരും അതിൽ വർക്ക് ചെയ്യുന്നവരും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നവരും അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ ആയിട്ട് വരും. ഇതില് ഈ ഫോറിൻ പോളിസികളെ പറ്റി ഏതൊക്കെ വിധത്തിൽ സ്പെഷ്യലിസ്റ്റിന്റെ അധികാരത്തോടെ, അവരുടെ തിയറിയോടെ, അവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോടുകൂടി ഒരു നയതന്ത്രപരം, ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ നയതന്ത്രമാണ്. ആ നയതന്ത്രപരമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അഭിപ്രായങ്ങൾ മറ്റൊരു രാജ്യത്തിലേക്ക് പറയുകയും അതേമാതിരി അവരെടുക്കുകയും ചെയ്യുന്നതാണ് ഈ നയതന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ സൂക്ഷിച്ച്, ബ്രോഡർ നാഷണൽ ലെവലിലും അതേമാതിരി നമ്മളുടെ അസസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, നമ്മളുടെ വാക്കുകൾ കറക്റ്റ് ആയിരിക്കണം. ഇനി ഇതില് മൈക്രോ ലെവലിൽ വരുമ്പോൾ, മൈക്രോ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ട് പോകും, കുറച്ചുകൂടെ ഒന്നുകൂടെ ഡീപ്പായിട്ട് പോകണം. അവിടെ കോർ ലെവലിലാണ് നോക്കുന്നത്. ഈ കോർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ മിനിസ്ട്രി ആയിട്ടുള്ള സപ്പോർട്ട്, അവരുടെ ഇൻപുട്സ്, അവർക്ക് വരുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയുണ്ട്, സയന്റിഫിക് ആണോ, ടെക്നിക്കൽ ആണോ, ഇൻഡിവിജ്വൽ ആണോ, ഈ ഇതങ്ങൾക്ക് എല്ലാം കൂടെ ഉരുക്കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുള്ള ഇൻപുട്സിനെ മോഡിഫൈ ചെയ്ത് ഫോറിൻ പോളിസിക്കും നമ്മളുടെ ഇന്ത്യക്കും തരത്തിൽ ജോയിൻ ചെയ്യുന്ന പോകുന്ന വിധത്തിൽ കൊണ്ടുപോകണം. അതിനാണ് നമ്മള് MEA എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് ഷോർട്ട് ഫോമിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഫോറിൻ പോളിസി പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഓഫീസിൽ സംബന്ധപ്പെട്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓഫീസാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അവരുടെ കൺട്രോളിൽ വരുന്നതാണ് ഈ MEA. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ പോളിസികൾ നമ്മൾ ഏതെങ്കിലും പോളിസി നമ്മൾ എങ്ങനെ എടുക്കുന്നു, എന്തുകൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു, മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും വളരെ ഡീപ്പറായിട്ടും വളരെ സൂക്ഷ്മമായിട്ടും നിരീക്ഷിച്ച് വേണം ഈ പദ്ധതികൾ ഉണ്ടാക്കാൻ. ഇനി ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇതിൽ വരുന്നത്? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിൽ എല്ലാത്തിനും വരുന്നത് ഈ മിനിസ്ട്രി തന്നെയാണ്. അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ്, പുറം ലോകത്തുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിക്കുന്ന മിനിസ്ട്രിനെയാണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയാം. ഈ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ പുറം ലോകം. അപ്പൊ പുറം ലോകത്തിലുള്ള അവരുടെ പൊളിറ്റിക്കൽ സൈഡായാലും ശരി, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡായിട്ട് ഇത് നമ്മൾ പുറമേ ഉള്ള രാജ്യങ്ങളുമായിട്ടുള്ള മിനിസ്ട്രിയുമായിട്ടുള്ള ഡീലിങ്സ് ആണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ എല്ലാ പോളിസികളും ഓരോ രാജ്യത്തിന്റെയും അവരുടേതായ ഫോറിൻ പോളിസി ഉണ്ടാവും. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്തൊക്കെ വിധത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം, ഏതൊക്കെയായിരിക്കും അകത്തേക്ക് വരുന്ന ഇൻപുട്സ് എടുക്കുക, അതിനെ ഏത് വിധത്തിൽ നമുക്ക് രൂപാന്തരപ്പെടുത്തി നമ്മളുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ആക്സെപ്റ്റ് ചെയ്ത് നടപ്പിലാക്കാൻ
തരത്തിൽ അതിനെ നമ്മൾ ഗവൺമെന്റ് ലെവലില് രൂപാന്തരപ്പെടുത്തി എടുക്കണം. ഇത് കൂടാണ്ട് ഇതില് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിൽ അല്ലാത്ത നോൺ ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് സപ്പോർട്ട് ആയിക്കോട്ടെ, ടെക്നിക്കൽ സപ്പോർട്ട് ആയിരിക്കട്ടെ, എല്ലാം സത്യസന്ധമായിട്ടും അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം അവിടെ നിന്ന് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും വളരെ ജെന്യുവൻ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ അർത്ഥം. ഇനി ഇവിടെ തന്നെ ഓരോ ഓഫീസിലും അവരുടേതായ പേഴ്സണൽ ഓഫീസേഴ്സ് അവർ എടുക്കുന്ന താല്പര്യങ്ങൾ, കമ്മിറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ മിനിസ്ട്രി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് വളരെ കെയർഫുൾ ആയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഓഫീസുമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവരെ നമ്മളെ എപ്പോഴും ഗവൺമെന്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇവര് മുഖാന്തരം ഏതെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും ഇഷ്യൂസ് ലീക്ക് ആവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, PM-ന് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് പറയുക, NSA. അതായത് അവര് സെക്യൂരിറ്റി കൗൺസിലിന്റെ ഹെഡാണ്. അത് മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റ്, ഈ കൗൺസിൽ ഉണ്ടാക്കിയത് അടൽ ബിഹാരി വാജ്പേയിന്റെ 1998 ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തു, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അവർ അഡ്വൈസ് ചെയ്യണം, പ്രൈം മിനിസ്റ്ററിനെ അഡ്വൈസ് ചെയ്യണം. ഓരോ മിനിസ്റ്ററെയും അതാത് ഹെഡ് പ്രൈം മിനിസ്റ്റർ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓരോരുത്തരും അവനവന്റെ ജോലികളിൽ ഉള്ള താല്പര്യം കൊണ്ടും അത് അവര് കളക്റ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഈ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തത് നമ്മളുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്, നാഷണൽ ലെവലില് ഉള്ള സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് 98-ൽ. ഇതില് ഇൻ കേസ് ആരെങ്കിലും ആബ്സെന്റ് ആയി പോയാൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, NSC ഇല്ലെങ്കിൽ, നമ്മൾ ക്യാബിനറ്റ് കമ്മിറ്റിയിൽ ഉള്ളവര് അഫയേഴ്സ് എടുത്ത് അവരതിനെപ്പറ്റി സ്ഥാപിച്ച ഒരു നാഷണൽ സെക്യൂരിറ്റി അവര് ഹെഡ് ചെയ്യും. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററും അവരുടെ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും അല്ലെങ്കിൽ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ നാഷണൽ ലെവൽ, രാജ്യാന്തര തരത്തിലുള്ള സെക്യൂരിറ്റികൾ ഉണ്ടാക്കുന്നത്. ആ സെക്യൂരിറ്റിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഒരു നേഷന്റെ സെക്യൂരിറ്റിയാണ് അല്ലെങ്കിൽ സുരക്ഷയാണ്. ആ സുരക്ഷ ഹോൾഡ് ചെയ്യുന്നവരും അത്രയും കാര്യമായിട്ട് ഈ പെർട്ടിക്കുലർ വർക്കിൽ ചെയ്യുന്നവരായിരിക്കണം എന്ന അർത്ഥം. ഇനി ക്യാബിനറ്റ് കമ്മിറ്റിയിലെ സെക്യൂരിറ്റിയിലെ അവരുടെ വർക്ക് എന്താണ്? ഇവർക്ക് കൊടുത്തിട്ടുള്ള വർക്ക് എന്താന്ന് വെച്ചാൽ നാഷണൽ സെക്യൂരിറ്റിയെ പറ്റിയും ഫോറിൻ പോളിസിയെ പറ്റിയും ഈ ക്യാബിനറ്റ് കമ്മിറ്റി അറിഞ്ഞിരിക്കണം, സെക്യൂരിറ്റി കമ്മിറ്റി അറിഞ്ഞിരിക്കണം. അത് മാത്രമല്ല, അവിടെയും പ്രൈം മിനിസ്റ്റർ തന്നെയാണ് വരുന്നത്. ഇവിടെയും പ്രൈം മിനിസ്റ്ററിനെ സഹായിക്കാൻ വേറെ ഇമ്പോർട്ടന്റ് മിനിസ്റ്റേഴ്സും അസിസ്റ്റന്റ് ആയിട്ടുള്ളവരും ഒക്കെ ഒരുമിച്ചാണ്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അവിടെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ വലിയ ഇന്ത്യ മഹാരാജ്യത്തിൽ ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി ഈ സെക്യൂരിറ്റിനെ പറ്റി തന്നെ പിന്നെയും പറയുമ്പോൾ ഫൈനലൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, ക്യാബിനറ്റ് സെക്രട്ടറി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് 3 ലൈനിൽ നിന്ന് ഒരുമിച്ചാണ് എന്തെങ്കിലും പോളിസികൾ അപ്രൂവൽ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അവരുടേതായ സാരാംശമായ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിനെ വെച്ചുകൊണ്ടാണ് കസ്റ്റമറായിട്ട് നമ്മൾ ഒരു ഡിസിഷൻ ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക. ചാടി ഓടി ഒറ്റയ്ക്കുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റ്, ക്യാബിനറ്റ് കമ്മിറ്റി സെക്യൂരിറ്റി, CCS, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഫോറിൻ പോളിസിയെ പറ്റിയുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി പാർലമെന്റ്, നമ്മൾ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമ്മളുടെ പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റ് വളരെ പവർഫുൾ ആണ്. കാരണം ഇവിടെ ജനാധിപത്യ സിസ്റ്റമാണ് പോകുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ആണ് പാർലമെന്റ്. അതായത് ജനസമ്മതിയുള്ള ഒരു പാർലമെന്റ്. അപ്പൊ പാർലമെന്റിൽ എല്ലാ ആൾക്കാരുടെയും, എല്ലാ സ്റ്റേറ്റ്സിന്റെയും റെപ്രസെന്റേറ്റീവ്സ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ജനാധിപത്യം, ഡെമോക്രസിന്റെ മാക്സിമം ആണ് ഇന്ത്യൻ പാർലമെന്റ്. ആ പാർലമെന്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്രത്തോളം, ഏത് തീരുമാനമായാലും അതിന് അതിൻ്റെതായ പാർലമെന്റിന്റെ അപ്രൂവൽ വേണം.
ഈ അപ്രൂവൽ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ബൈ ഹൗസസ് ആണ്, 2 ഹൗസസ് ആണ്. ഒന്ന് ലോക്സഭ, ഒന്ന് രാജ്യസഭ. അപ്പൊ ലോക്സഭയാണ് ഈ പാർലമെന്റ് എന്ന് പറയുന്നതും ഈ പാർലമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗം എന്ന് പറയാം. ഇവിടെ നമ്മൾ ഫോറിൻ പോളിസി 3 വിധത്തിലാണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെയാ 3 വിധത്തിൽ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും, ഡിബേറ്റ് ചെയ്യും. ഒരു ഇഷ്യൂവിനെ പറ്റി ഡിബേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളതും ഞങ്ങൾക്ക് പറയാനുള്ളതും ഒക്കെ ഡിബേറ്റ് ചെയ്യുക. ആ ഡിബേറ്റ് വഴി അല്ലെങ്കിൽ ചർച്ച നടത്തി ചർച്ചയിൽ എന്താണോ പരിണാമം വരുന്നത് അതായിരിക്കും നമ്മൾ മെജോറിറ്റി. ചർച്ച കഴിഞ്ഞിട്ട് വോട്ടിംഗ് ചെയ്യും. അതിനുശേഷം ഏതിനാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് അതായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്രീസിയേഷൻ ഉണ്ടാവും. ചില സമയത്ത് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യും, ചില സമയത്ത് ചീത്ത പറയും, ചില സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യും. ഇതൊക്കെ പാർലമെന്ററി ഡിബേറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് ജനത്തിന്റെ അഭിപ്രായം, പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ജനത്തിന്റെ അഭിപ്രായം. അതിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്നത് അവിടുത്തെ മെമ്പർ ഓഫ് പാർലമെന്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ്, MPs ആണ്. അവരുടെ സപ്പോർട്ട് വേണം ഒരു കാര്യം നടക്കാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ഡിസിഷൻ മോഡിഫിക്കേഷൻസ് എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെങ്കിൽ തന്നെയും അതിനും ഇവിടെയും ഡിസ്കഷൻ നടത്തി അതിന് അപ്രൂവൽ മേടിച്ച് അപ്രൂവലിന്റെ കൺഫർമേഷൻ മേടിച്ച് അതിനുശേഷമാണ് നമ്മൾ അത് പാർലമെന്റിൽ ഡിസ്കസ്. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മണി ബില്ലാണ്. മണി ബില്ലിന്റെ എത്ര ശതമാനം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മിലിറ്ററിക്ക് വേണ്ടി എത്ര ചെലവാക്കണം എന്നുള്ള ഒരു ഇഷ്യൂ ആണെന്ന് വെച്ചോളൂ. അതിനെ ഡിസ്കസ് ചെയ്യും. ആരാണോ മിനിസ്റ്റർ അങ്ങേര് സഭയിൽ വയ്ക്കുന്ന ആ ബില്ലിനെ അതിനെ ഡിസ്കസ് 3 പ്രാവശ്യം റീഡിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം നല്ല വൃത്തിയായിട്ട് റീഡിങ് കഴിഞ്ഞ് വോട്ടിംഗ് കഴിഞ്ഞ് അപ്രൂവൽ കിട്ടിയാൽ അത് പാർലമെന്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകും. രാജ്യസഭയിലും ഇതേമാതിരി തന്നെ ബില്ലിനെ ഡിസ്കസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും അമെൻമെന്റ്, അതായത് വ്യത്യാസങ്ങൾ വരുത്തണം, ഡെലീഷനോ ആഡീഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് അവർ തിരിച്ചയക്കണം എന്നുള്ളതാണ് നിയമം. തിരിച്ചയച്ചതിന് ശേഷം പിന്നെയും അവർ പറഞ്ഞിട്ടുള്ള വ്യത്യാസങ്ങളോടുകൂടി പിന്നെയും നമ്മുടെ ലോക്സഭയിൽ ഡിസ്കസ് ചെയ്ത് അതിനെപ്പറ്റി വിരമിച്ച് പരാമർശിച്ച് വേർഡ് ബൈ വേർഡ് വായിച്ചിട്ടാണ് നമ്മൾ പരാമർശിക്കുന്നത്. അതിനുശേഷം അത് വോട്ടിംഗ് ചെയ്ത് വോട്ടിങ്ങിന്റെ അന്തരാർത്ഥത്തിൽ അത് മേലെ പിന്നെയും പോകുന്നു. പിന്നെ അത് സിഗ്നേച്ചറിന് പോകുന്നു. സിഗ്നേച്ചർ കഴിയുമ്പോഴാണ് ആ ബില്ല് ഒരു ലോ ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് ഈ പാർലമെന്ററി ആക്ടിവിറ്റീസിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി പാർലമെന്ററി അകത്ത് കമ്മിറ്റികളുണ്ട്, ഡിഫറെന്റ് കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളെ ഓരോ കമ്മിറ്റിയും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് പാർലമെന്റിന് കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ സൈഡ് ആയാലും ശരി, സയന്റിഫിക് സൈഡ് ആയാലും ശരി, അവർക്ക് ഫോറിൻ അഫയേഴ്സിനെ പറ്റിയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആയിരിക്കും അവർ കൊടുക്കുക. അതേമാതിരി കൺവെൻഷനൽ ആയിട്ടുള്ളവരും ഇതേമാതിരി പാർലമെന്ററി പ്രൊസീജിയേഴ്സ് വഴി എല്ലാവിധ കമ്മിറ്റികൾക്കും അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഇനി അത് കൂടാണ്ട് അഡ്വൈസറി കമ്മിറ്റീസ് ഉണ്ട്. ഈ അഡ്വൈസറി കമ്മിറ്റീസ് എന്ന് വരുമ്പോൾ 2 സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള കമ്മിറ്റികളാണ്. അതായത് പാർലമെന്റിൽ നിന്ന് വരുന്നവരും രാജ്യസഭയിൽ വരുന്നവരും ലോക്സഭയിൽ വരുന്നവരും കൂടെ ചേർന്നിട്ടുള്ളതാണ് അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് വരിക. ഈ കൺസൾട്ടേഷൻ ആണ് അവർ ചെയ്യുന്നത്. കൺസൾട്ടേഷൻ ചെയ്ത് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, എന്ത് വിധത്തിൽ ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് ആണ് അവിടെ നടക്കുക. കാരണം അവർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത് കൊണ്ടുള്ള ആ അറിവിനെ ഷെയർ ചെയ്യാണ്. അപ്പൊ ഈ ഫോറിൻ അഫയേഴ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞവരും കൂടുതൽ പ്രാബല്യത്തിൽ പ്രാക്ടീസ് ചെയ്തവരുമായിരിക്കും ഇങ്ങനത്തെ മെമ്പേഴ്സ് ആയിട്ട് വരിക. ഇത് എല്ലാ മെമ്പേഴ്സും, അതായത് നമ്മളുടെ 2 ഹൗസിലുള്ള മെമ്പേഴ്സും കൂടെ ഈ കമ്മിറ്റീനെ വളരെ ഗൗരവമായിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം അവർ ഇതിനെപ്പറ്റി ഇവരുടെ വർക്ക് എന്താണ്, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ അഫയേഴ്സ് എന്താണ് ഡിസിഷൻസ് എടുക്കുന്നത്, എങ്ങനെയാണ് ഇത് പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അപ്പോൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചില്ലെങ്കിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ ഇവർക്ക് എടുത്തു പറയാൻ പറ്റില്ല.
അതാണ് കാര്യം. അപ്പൊ ഈ പാർലമെന്ററി കമ്മിറ്റീസിനെ എല്ലാ വിധത്തിലും വളരെ കെയർഫുൾ ആയിട്ട് നോക്കി അതിനെ പരാമർശിച്ച് അതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്ത് അതിനെപ്പറ്റി തെറ്റ് വോട്ടിംഗ് അതിനെപ്പറ്റി പരാമർശിക്കുകയും അതിനെപ്പറ്റി അവയർനെസ് എല്ലാവർക്കും അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഈ കമ്മിറ്റീനെ പറ്റി ആൾക്കാർ അല്ലെങ്കിൽ പോളിസികളൊക്കെ പുറത്തേക്ക് വരുന്നത്. ഇനി പോളിസി തിങ്ക് ടാങ്ക്സ് അതെന്താന്ന് വെച്ചാല് ഒരു ടാങ്ക് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് അവർക്കുള്ള എന്തൊക്കെ പോളിസികളാണ് വരുന്നത്. ഈ ഡിപ്പാർട്ട്മെന്റ് പോളിസി തിങ്ക് ടാങ്ക് ഒരു സ്പെഷ്യൽ റോളാണ്. ഇവര് നോൺ ഗവൺമെന്റൽ നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് അല്ല, പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരല്ല, പൊളിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. തിങ്ക് ചെയ്ത്, കാരണം നമ്മളുടെ ബ്രെയിനോ അല്ലെങ്കിൽ നമ്മളുടെ തിങ്കിങ് കപ്പാസിറ്റി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ആ സ്ട്രാറ്റജീനെ പറ്റിയാണ് ഇവർ പറയുന്നത്, പോളിസി തിങ്കിങ് ടാങ്ക്. അപ്പൊ ഇവിടെ കണ്ടംപററി ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇവർ എല്ലാ വിധത്തിലും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ, വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, ഇതൊന്നും ഗവൺമെന്റിന്റെ അല്ല, പക്ഷെ ഇവിടെ തന്നെയുള്ള ഓർഗനൈസേഷൻസ് ആണ്. അവര് ഓരോ ആക്ടിവിറ്റീസും നടക്കുമ്പോൾ അതിനെപ്പറ്റി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിനെപ്പറ്റി കൂടുതൽ ആരായുകയും അതിനെപ്പറ്റി പരാമർശിക്കുകയും ചെയ്യുമ്പോഴാണ് ഇവരുടെ ഈ തിങ്കിങ് എന്നുള്ളത് അല്ലെങ്കിൽ ആലോചന കാര്യമായിട്ട് സഹായിക്കാൻ പറ്റുക. അപ്പൊ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അവരുടെ റിസർച്ചും അവരുടെ സർവേ ഉണ്ടാവും. സർവേ വിധത്തിൽ അവർ ഇൻഫർമേഷൻസ് എടുക്കും, റിസർച്ച് ചെയ്യും, പൊളിറ്റിക്കലായിട്ടും ഇന്റർവെൻഷൻ ചെയ്യും. അപ്പോൾ ഓരോ ഐഡിയയും പ്രാക്ടീസ് ആണതിന് മുമ്പ്, പ്രാക്ടിക്കലായിട്ട് വരുന്നതിന് മുമ്പ് ആലോചിച്ച് വിശകലനം ചെയ്ത് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്ത് ചർച്ചകൾ നടത്തി ഇതാണ് കൊണ്ടുവരുന്നത്. ആയിരിക്കും വർക്ക് ചെയ്യുന്നവർ മുഴുവനും പ്രൊഫഷണൽ എക്സ്പേർട്സ് ആണ്, റിസർച്ചേഴ്സ് ആണ്. അവരുടെ ഡിപ്ലോമയും അവരുടെ പ്രാക്ടീസിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ്. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിക്ക് വേണ്ട, രാജ്യത്തിന് വേണ്ട ഈ ബുദ്ധിയുള്ളവരുടെ അവരുടെ ബുദ്ധിയും അവരുടെ എക്സ്പീരിയൻസും നമ്മൾ പ്രാക്ടീസ് എടുത്ത് ഈ ടാങ്ക് വഴി അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് തിങ്ക് ചെയ്ത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. പിന്നെ ഇവിടെ അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുരക്ഷ, ഇന്ത്യയുടെ പോളിസികൾ. ഇതിന് വർക്ക് ചെയ്യുന്നവര് ഒരു ഓർഗനൈസേഷന്റെയും താഴെയില്ല, അവര് സ്വന്തമായിട്ട് വർക്ക് ചെയ്ത് ഫോർമുലേഷൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പാർട്ടി ഒന്നുമില്ല. അവരുടെ തിങ്കിങ് മുഴുവനും എങ്ങനെ സൂക്ഷിക്കാം, എങ്ങനെ സുരക്ഷ കൊടുക്കാം എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതിന് നമ്മള് അവരുടെ ഡയലോഗ്, അവരുടെ സംസാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റിയുള്ളത്. ഇതേമാതിരി തന്നെ ജനറൽ ആയിട്ട് നമ്മൾ കൺസൾട്ടീവ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു കൺസൾട്ടീവ് ആണ്. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഡോക്ടർക്ക് പോയി നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത്, എനിക്ക് കാലിൽ സുഖമില്ല, എനിക്കിത് എന്താ വരണേന്ന് നമ്മൾ കൺസൾട്ടേഷൻ ആണ്. അപ്പൊ അവിടെ പോകുമ്പോൾ അവർ നോക്കുമ്പോൾ അവർ പറഞ്ഞു തരും ഇന്നതാണ് കാരണം, ഈ മരുന്ന് കഴിക്കും എന്ന് പറയും. അതേമാതിരി ഇവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആണ്. ഏത് സ്ട്രാറ്റജി എടുത്താൽ നമ്മൾക്ക് ഫോറിൻ ഗവൺമെന്റുമായിട്ടും പ്രശ്നമില്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ആ അറിവിനെ, നോളജിനെ, ആ അറിവിനെ, ഇൻസൈറ്റിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് ഈ ഓർഗനൈസേഷന്റെ വർക്ക് പെർഫെക്റ്റ് ആവുന്നത്. ഇതില് കൺവെൻഷനൽ ആയിട്ടുള്ളവരുണ്ടാവും, നോൺ കൺവെൻഷനൽ ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ബാക്കപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഫോറിൻ പോളിസി അല്ലെങ്കിൽ നമ്മളുടെ നയതന്ത്രപരമായിട്ടുള്ള അറിവും വിജ്ഞാനവും പരിഭാഷയും അതേമാതിരി പ്രാക്ടീസും നന്നാവുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. ഇനി ഇതിലെ മെക്കാനിസം എന്തൊക്കെയാണ് നമ്മളെ മെക്കാനിസത്തായിട്ട് ഇത് ഫോറിൻ പോളിസിക്ക് നമ്മൾ നോക്കുന്നത്? ഒരു മെക്കാനിസം എന്ന് പറയുമ്പോൾ ഏത് വിധത്തിൽ എടുക്കുന്നു, കമ്പൈൻ ആയിട്ട് എടുക്കുന്നോ, ഒറ്റയ്ക്ക് എടുക്കുന്നോ, അതിനെയാണ് നമ്മൾ ഫൈനലായിട്ട് ഏത് ഷേപ്പിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്, അതിനെയാണ് ആ കൺട്രിയുടെ നോൺ പോളിസി അല്ലെങ്കിൽ ഫോറിൻ പോളിസി എന്ന് പറയാം. ഇവിടെ
സർക്കുലർ മെക്കാനിസം ആണോ, ഫോൾഡിംഗ് ആയിട്ടോ, ഏതൊക്കെ വിധത്തിലാണ് ഗവൺമെന്റ് ഫോറിൻ ഗവൺമെന്റ് പോളിസികളെ ആക്സെപ്റ്റ് ചെയ്യുകയും അതേമാതിരി അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട വിധത്തിൽ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. ചില സമയത്ത് നമ്മൾ ഡിസിഷൻസ് ഗവൺമെന്റ് ചാലഞ്ച് ആയിരിക്കും, എന്നാലും അത് കൂടുതലായിട്ട് ആൾക്കാരുടെ ജനങ്ങളുടെ ഉപകാരത്തിന് പെടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് വരും. ഇതേമാതിരി തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എക്കോണമി, നമ്മളുടെ ധനപരമായ കാര്യങ്ങൾ, ഡിഫൻസ്, നമ്മളുടെ മിലിറ്ററി, പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പൊളിറ്റിക്സ്, ടെറിട്ടോറിയൽ ലെവലിൽ നമ്മുടെ ഇന്റഗ്രിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തെങ്കിലും നമ്മൾ പറയാറില്ലേ, വിദേശികൾ അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാരെ പുറത്ത് വർക്ക് ചെയ്യുന്നവര്, ഡയസ്പൊറ എന്ന് വെച്ചാൽ നമ്മുടെ ജനത പുറത്ത് വർക്ക് ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ പറയാറുണ്ടല്ലോ, സാധാരണ ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ ദൂരീകരിക്കുന്നു, അവർക്ക് എന്ത് ഗവൺമെന്റ് തയ്യാറാകാൻ, NRIs അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുമ്പോൾ സ്ഥലത്തു നിന്നുള്ള പണം മുഴുവൻ ഇന്ത്യയിലേക്കാണ് വരുന്നത്. അപ്പൊ ഇന്ത്യൻ ജനതയുടെ എക്കോണമിയാണ് ഇൻട്രസ്റ്റ് ആവുന്നത്. ഈ വിദേശികളുടെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരൻ പുറത്ത് താമസിക്കുന്നവൻ അവിടെ വിദേശിയാണെങ്കിലും ഇവിടുന്ന് നമ്മളുടെ നാട്ടിലത്തെ ആൾക്കാർ വർക്ക് ചെയ്യുന്നതിന്റെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് മദർലാൻഡിനാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് വിധത്തിൽ അവരെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാം, ഗവൺമെന്റിൽ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ലെവലിലേക്ക് അവരെങ്ങനെ കൊണ്ടുവരാം, എന്തൊക്കെയാണോ അവർ ഫേസ് ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പ് കമ്പനികളാണോ അല്ല ഇനി ഫാക്ടറീസ് ആണോ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി അവരെന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹാർഡ് ഏൺഡ് മണി, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു നല്ലൊരു വിധത്തിൽ അവർക്ക് റെസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടണം. ഇതിനെയൊക്കെ നമ്മൾ വളരെ മെക്കാനിക്കലി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ മിനിസ്റ്റേഴ്സും ഇതിനു വേണ്ടി, നമ്മുടെ മന്ത്രിമാരൊക്കെ പോവാറുണ്ടല്ലോ പല രാജ്യങ്ങളിൽ, പ്രധാനമന്ത്രി പോകുന്നത് ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ ഇവിടുത്തെ CM പോകുന്നത് ഗൾഫിലേക്കാണ് കൂടുതലായിട്ട്. കാരണം കേരളൈറ്റ്സ് കൂടുതലും ഗൾഫിലുണ്ട്, അവിടെയുള്ള ബിസിനസ്സുകാരെ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാനായിട്ടുള്ള റിസൾട്ട് ഒക്കെ എടുക്കാറുണ്ട്. യൂസഫ് അലിയൊക്കെ ഉണ്ടല്ലോ ഇതില് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ സമ്പാദ്യത്തിനെ ഇവിടെ കൊണ്ടുവന്ന് സമ്പാദിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇന്ത്യയുടെ എക്കോണമി ഇംപ്രൂവ്മെന്റ് ചെയ്യാനും ബിസിനസ് ഇംപ്രൂവ്മെന്റ് അതുകൂടാണ്ട് പ്രൈം മിനിസ്റ്ററിന്റെ ലെവലിലും എല്ലാ വിധത്തിലുള്ള പണവിഷയത്തിലും സ്ട്രാറ്റജിയും മെത്തേഡ്സും പൊളിറ്റിക്കൽ ഇംപ്ലിമേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ പേഴ്സണൽ ആയിട്ടുള്ള ക്യാബിനറ്റും അവരുടെ ക്യാബിനറ്റ് കമ്മിറ്റികളുമാണ് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്രൂവ് ചെയ്യുന്നതോ ഡിസപ്രൂവ് ചെയ്യാൻ. അതായത് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ തരത്തിലുള്ള പാർലമെന്റിൽ പ്രപ്പോസൽ വെച്ചിട്ട് അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നേരെ ഉടനെ കയറി അപ്രൂവൽ ഉണ്ടാവില്ല. അതിനെപ്പറ്റി പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും, ക്രിറ്റിസിസം ഉണ്ടാവും, അതിന് ചാലഞ്ചസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ ചാലഞ്ചസ് ഒക്കെ കറക്ഷൻ ചെയ്ത് മോഡിഫിക്കേഷൻ പുതിയതായിട്ടുള്ള എന്തൊക്കെ ചെയ്യണമോ അതേമാതിരി തന്നെ അഡിഷൻ ചെയ്തിട്ടാണ് നമ്മൾ അത് ഇംപ്ലിമെന്റ് ആക്കിയെടുക്കുന്നത്. ഇവിടെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 21 വയസ്സായിരുന്നു നമ്മൾക്ക് വോട്ടിംഗ് അധികാരം, 21 വയസ്സ് കഴിയണം എന്നുള്ളത്. പക്ഷെ അതിനെ 18 വയസ്സാക്കി മാറ്റുന്ന സമയത്ത് എന്തോരം ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടാവണം. ഡിസ്കഷൻ നടത്തി, കാരണം 21 വയസ്സിൽ നിന്ന് 18 വയസ്സുള്ള ഒരു കുട്ടി ഒരു പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് രണ്ട് പാർട്ടികളും, ഒപ്പോസിഷൻ പാർട്ടികളും റൂളിംഗ് പാർട്ടികളും അതിനെ സപ്പോർട്ട് ചെയ്ത് വോട്ടിംഗ് ചെയ്യും. കാരണം ഇത് രണ്ട് വിധത്തിലും അവർക്ക് ബെനിഫിറ്റ് ആണ്. ഒപ്പോസിഷൻ ആയാലും ബെനിഫിറ്റ് ആണ്, റൂളിംഗ് ഗവൺമെന്റ് ആയാലും ബെനിഫിറ്റ് ആണ്. കാരണം 21 വയസ്സുള്ള ഒരു കാൻഡിഡേറ്റിനും ഒരു യുവാവിനോ അല്ലെങ്കിൽ യുവതിക്കോ, 18 വയസ്സുള്ള ഒരു യുവതിക്കോ യുവാവിനോ ഉള്ള അത്രയും മെച്യൂരിറ്റി ഉണ്ടാവില്ല.
ഈ 18 വയസ്സിൽ. അപ്പോൾ അതിനെ ബെനിഫിറ്റ് ചെയ്യാന്നുള്ളത് പൊളിറ്റീഷ്യൻസിന് മനസ്സിലാവും. അതുകൊണ്ട് എല്ലാ പാർട്ടികളും അതിനെ യുനാനിമസ് ആയിട്ട് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് അത് ലോ ആയി മാറി. ഇവിടെ തന്നെ അടുത്ത് തന്നെ പ്രൈം മിനിസ്റ്ററിന്റെ കൺട്രോളിൽ വരുന്ന 2 ഹൗസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലോക്സഭയും രാജ്യസഭയിലും പ്രപ്പോസൽസ് വെച്ച് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ കമ്മിറ്റിയിലേക്ക് അത് എടുക്കാൻ പറ്റും. ആ പോളിസീനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അതിനെപ്പറ്റി ശ്രദ്ധിച്ച് ചെക്ക്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ വേർഡ് ബൈ വേർഡിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോറിൻ പോളിസിയാണ് നാഷണൽ ടൂളും. അമേരിക്കയായിട്ടുള്ള പോളിസി, അമേരിക്കയോട് ഇന്ത്യയുടെ പോളിസികൾ എന്തായിരുന്നു എന്നാണ്. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു മിക്സ്ഡ് എക്കോണമിയാണ്. മിക്സ്ഡ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ക്ലോസ്ഡ് ആയിരിക്കും, ചില സമയത്ത് നമ്മുടെ ടാരിഫ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അക്സെപ്റ്റ് ചെയ്യും, അതും പ്രത്യേകിച്ച് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം. അപ്പൊ ചില സമയത്ത് നമ്മൾ അതിന് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ മിക്സഡ് മോഡൽ എക്കോണമിയാണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. ഇപ്പോ കോൾഡ് വാർ ടൈം അല്ലെങ്കിൽ പോസ്റ്റ് കോൾഡ് വാർ ടൈം, അതിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇന്ത്യ എടുത്ത പോളിസി? നമ്മൾ വാർ ടൈമിൽ ഞാൻ നേരത്തെയും പറഞ്ഞു, ഒരു നോൺ അലൈൻമെന്റ് പോളിസിയാണ്. അതായത് ബ്ലോക്കിനോട് ചേരാണ്ടിരിക്കുക. 2 ബ്ലോക്കാണ്. ഒന്ന് വെസ്റ്റില് സൈഡില് ചൈനയും പാകിസ്ഥാനും എപ്പോഴും അവരുടെ ട്രേഡ് കൊണ്ടും അവരുടെ ബിസിനസ് കൊണ്ടും ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇന്ത്യ ഗവൺമെന്റും US ഗവൺമെന്റും തമ്മിൽ ചാലഞ്ചസ് ഉണ്ട്. ചാലഞ്ചസ് വരുന്നത് മുഴുവനും പാകിസ്ഥാനെയും ബേസ്ഡ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണ്. ഇത് മാത്രമല്ല, ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. ഈ ബോർഡർ ഇഷ്യൂസ് വരുമ്പോഴും ഇന്ത്യക്ക് എപ്പോഴും സെക്യൂരിറ്റി വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. ഇന്ത്യ സമാധാന പ്രിയമായ ഒരു രാജ്യമായിട്ട് ഇവിടെ ഡിസ്റ്റർബൻസ്, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് വരുമ്പോൾ അത് നമ്മളുടെ ഗവൺമെന്റിനെ ബാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഒരു തണുപ്പൻ മട്ടിലുള്ള റിലേഷൻഷിപ്പ് US അതേസമയം എന്തുകൊണ്ടാണ് ചൈനയെയും പാകിസ്ഥാനെയും സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഈ USSRനെ അടിച്ചമർത്തണം. അത് ഈസ്റ്റേൺ സൈഡിലെ ബ്ലോക്കില് ഹെവി ബ്ലോക്ക് സൂപ്പർ പവറാണ് USSR. അവരെ തകർപ്പണം ചെയ്യാൻ പാകിസ്ഥാനെയും ചൈനയെയും മുമ്പിൽ നിർത്തി അവർ വഴി, നേരിട്ടല്ല അവർ വഴി അവരെ തകർക്കാൻ എന്നുള്ളതായിരുന്നു US-ന്റെ പോളിസി. അപ്പൊ അത് വരുമ്പോൾ അതേസമയം നമ്മളുടെ സ്വാതന്ത്ര്യ സമയത്ത് USSR ഗവൺമെന്റ് ഇന്ത്യൻ ഗവൺമെന്റ് ഒപ്പത്തിനൊപ്പം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിനോട് റഷ്യൻ ഗവൺമെന്റിന് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ആണുള്ളത്. ആ ഫ്രണ്ട്ലി അപ്രോച്ച് ഉള്ളത് കൊണ്ട് ചൈനയും പാകിസ്ഥാനും കൂടെ അവർക്ക് കിട്ടിയത് US നിന്നുള്ള സപ്പോർട്ട്. അപ്പൊ ഇവിടെ തകർക്കണം, USSRയെ തകർക്കണം എന്നുള്ളതായിരുന്നു USA-യുടെ ഐഡിയ. ഇനി ബൈലാറ്ററൽ പാറ്റേൺ എങ്ങനെ വന്നു? ഇന്ത്യയുടെ ബൈലാറ്ററൽ പാറ്റേൺ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാല്, ബൈ എന്ന് വെച്ചാൽ രണ്ട് പാർട്ട്ണർഷിപ്പ് എങ്ങനെ വന്നു എന്ന് വരുമ്പോൾ ഒരു ട്രസ്റ്റ്, നമുക്കുള്ള വിശ്വാസമാണ്. ഇന്ത്യൻ ടെക്നോളജീനെ പറ്റി അല്ലെങ്കിൽ നമ്മളെ പോളിസികൾ കൊണ്ടുവരാണ്. ഇന്ത്യൻ ടെക്നോളജിയും നമ്മൾ സയൻസ് കയറ്റി കൊണ്ടുവരാണ്. അപ്പോൾ ആ സമയത്ത് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-കളും ഇന്ത്യൻ അറ്റോമിക് എനർജി പ്രോഗ്രാം, ഫുഡ് എയ്ഡ് പ്രോഗ്രാം, ഇതൊക്കെ ഗ്രീൻ റവല്യൂഷൻ, ഇതിനെയൊക്കെ സഹായിക്കാനായിട്ട് ഇന്ത്യൻ സിറ്റിസൺസിന് അവിടെ അമേരിക്കയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ വരുന്നു. അവർ പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു, വേണ്ട കഴിയുന്നു. ഇതിന് ആ സമയത്ത് 4 മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് ആണ് US-ലുള്ളത്. കാരണം ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. ഇന്ത്യയിലുള്ള ബുദ്ധിജീവികളൊക്കെ അമേരിക്കയ്ക്ക് പോവാണ്. അട്രാക്ഷൻ ഉണ്ട് അവിടെ. അട്രാക്ഷൻ വരുമ്പോൾ അവർ അവിടെ പോയി താമസിക്കുന്നു. അവർക്ക് ആ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫ് കിട്ടുന്നു. ഇതാണ് അവരുടെ ഉദ്ദേശം. ഈ 2 US-ഉം ഡെമോക്രാറ്റിക് ആണ്, ഇന്ത്യ ഗവൺമെന്റും ഡെമോക്രാറ്റിക് ആണ്. പക്ഷെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ ഇത്തിരി സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ലേറ്റർ ഓൺ ഇത്തിരി ബൈലാറ്ററൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത് കോൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ എന്തായിരുന്നു?
കോൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഡിവിഷൻ 2 ഭാഗമായിട്ട് നമുക്ക് കോൾഡ് വാറെ മാറ്റാം. 1947 മുതൽ 1991 വരെ. പിന്നെ പോസ്റ്റ് കോൾഡ് വാർ ഫേസ്, അതായത് 91 മുതൽ ഇപ്പോൾ വരെ, ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കോൾഡ് വാർ. ഈ കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള അതൃപ്തി എന്ന് പറയാം. ഇതിനെ റിലേഷൻഷിപ്പിന് ഇന്റർവെൽസ് മുഖാന്തരം എങ്ങനെ വരുന്നു? ഇന്ത്യയും യു എസ് എയും തമ്മിൽ ഇഷ്യൂ വരുന്നത്, ആദ്യത്തെ ഇഷ്യൂ വരുന്നത് 56-ൽ സ്വേസ് കനാൽ ഇഷ്യൂലാണ് നമ്മളുടെ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞു വന്നതും. അപ്പൊ സ്വേസ് കനാൽ ഓപ്പണിംഗ് ചെയ്ത്, ഇറ്റ് ഈസ് എന്താ പറയാ, മാൻ മെയ്ഡ് കനാലാണ്. സ്വേസ് കനാല് ശരിക്കും കനാലായിരുന്നില്ല, മരം വെട്ടി രണ്ട് സമുദ്രത്തിനെ, റെഡ് സീനെയും ബ്ലാക്ക് സീനെയും കണക്ട് ചെയ്യുന്നതാണ് സ്വേസ് കനാൽ സിസ്റ്റം. ആ കനാൽ സിസ്റ്റം എന്ന് വെച്ചാല് ലാൻഡിൽ കൂടെ കപ്പലുകൾ പോകുന്ന വിധത്തിൽ ഡ്രഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ ഡിഗ് ചെയ്ത് വലിയ വിധത്തിൽ സ്വേസ് കനാൽ ഉണ്ടാക്കുമ്പോൾ അതൊരു ടെക്നോളജിയാണ്. ഒരു രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു കടലിൽ നിന്ന് വെള്ളം കയറ്റുകയാണ് ഈ ഒരു സൈഡ് കൂടെ. അപ്പോൾ അവിടെ കപ്പൽ മുങ്ങി നിൽക്കണം. അപ്പോ അതിങ്ങനെ ബാർജ് 3 ഭാഗമായിട്ടാണ് സ്വേസ് കനാൽ കെട്ടിയിട്ടുള്ളത്. ആദ്യം വെള്ളം കയറ്റും, ആ വെള്ളത്തിൽ കൂടെ ഒരു എന്താ പറയാ, ഒരു സമുദ്രത്തിന്റെ വെള്ളം, ആ വെള്ളത്തിന്റെ ഒഴുക്കോടുകൂടി കപ്പലുകൾ വരും. പിന്നെ ആ ഷട്ടർ അടയ്ക്കും, ആ വെള്ളം അടുത്ത നടുവിലേക്ക് വരും. അതിന്റെ കൂടെ ഒഴുകി 2 സമുദ്രത്തിനെ കണക്ട് ചെയ്യുന്ന കനാലാണ് സ്വേസ് കനാൽ. ഇത് മനുഷ്യനിർമ്മിതമായ കനാൽ. ഓക്കെ, അത് ബെനിഫിറ്റ് ആണ്, ബിസിനസ് ആവശ്യത്തിന് ബെനിഫിറ്റ് ആണ്. ഇനി ചൈനീസ് ഇൻവേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ 62-ൽ. അപ്പൊ ആ സമയത്ത് US പ്രസിഡന്റ് ഇവിടെ വരികയും ഇവിടെ നമ്മളുടെ പ്രസിഡന്റിന് നമ്മൾ വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടുന്നുണ്ട്. 1962-ൽ ചൈന ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുമ്പോൾ അമേരിക്ക ഒരു സപ്പോർട്ട് കൊണ്ടുവരികയും നമുക്ക് ഒരു മിലിറ്ററി ഡിസാസ്റ്ററിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. US സപ്പോർട്ട് 96-67-ൽ US സപ്പോർട്ട് എങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? അപ്പൊ കെനഡിയുടെ സമയമാണ്, ജോൺ കെനഡിയുടെ സമയത്ത് ആ പ്രസിഡന്റ് കാലഘട്ടത്തിൽ നമുക്ക് ഇവിടെ താരാപൂർ അറ്റോമിക് പ്ലാന്റ് സ്റ്റേഷൻ ടാപ്സ്, അവിടെ നമുക്ക് ഫുഡ് ക്വാണ്ടിറ്റി തരികയും ഭയങ്കരമായിട്ട് ഷോർട്ടേജ് വന്നു ഫുഡിന്റെ, അത് നമുക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അടുത്തത് വരുന്നത് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാണ്, നമ്മുടെ കടങ്ങളെ അവർ ലിക്വിഡേറ്റ് ചെയ്ത് വിടുന്നു. 2 ബില്യൺ ആണ് ലിക്വിഡേറ്റ് ചെയ്ത് കഴിയും, അത് ഷിപ്മെന്റ് ചെയ്തതിന്റെ ലിക്വിഡേറ്റ് ചെയ്തതാണ്. ഇനി മൂന്നാമതായിട്ട് വരുമ്പോൾ സപ്ലൈ ഓഫ് ന്യൂക്ലിയർ ഫ്യൂവൽ, അതായത് ന്യൂക്ലിയർ എക്സ്പോഷൻ നടക്കുന്ന സമയത്ത് അവർ ആദ്യം നമ്മൾ ഒപ്പോസ് ചെയ്തിരുന്നു. ജിമ്മി കാർട്ടറിന്റെ സമയത്ത് ജിമ്മി കാർട്ടർ ഇവിടെ ഇന്ത്യ വരികയും ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സിമ്പതി, അമേരിക്കയുടെ സിമ്പതി ഇവിടെ പറയും, അത് ചെയ്തും അതിന് നമുക്ക് സപ്പോർട്ട് തന്നു. പൊക്കാറലില് 1974 സപ്പോർട്ട് ചെയ്തു. ഈ റീസൺ എന്താണ്? കൺഫ്രണ്ടേഷൻ വരാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. ആ റീസൺസ് ആണ് ഇവിടെ ഞാൻ ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ആദ്യത്തെ റീസൺ നമ്മളുടെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. രണ്ടാമത് ഇന്ത്യക്ക് ഒരു സോഷ്യലിസ്റ്റ് വ്യൂ ഉണ്ട് എന്നൊരു തോന്നല്. മൂന്നാമതായിട്ട് ചൈന ഇന്ത്യയെ റെക്കഗ്നൈസ് ഉള്ള ഒരു ഇഷ്യൂ. നാലാമതായിട്ട് പാകിസ്ഥാനോട് USA സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് ഇഷ്ടമല്ല. പിന്നെ കൊറിയൻ ഇഷ്യൂ ഉണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ പീസ് റെസൊല്യൂഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഇഷ്യൂ, അവരുടെ അഭിപ്രായം, ജമ്മു ആൻഡ് കാശ്മീരുടെ അഭിപ്രായത്തിൽ യുണൈറ്റഡ് നേഷൻസ് കൗൺസിലിലേക്കുള്ള അഭിപ്രായം, ഇതൊക്കെയാണ് റീസൺസ് ആയിട്ട് വരുന്നത്. കണ്ടിന്യൂ ചെയ്യാണ്. USSRും ഇൻഡോ സോവിയറ്റ് ട്രീറ്റി സൈൻ ചെയ്യുന്നു 91-ൽ ഇന്ത്യയുടെ. അത് കഴിഞ്ഞ് ന്യൂക്ലിയർ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നു. ന്യൂക്ലിയർ പ്രോഗ്രാം കൊണ്ടുവന്നിട്ട് നോൺ പ്രൊലിഫിക്കറേഷൻ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ട്രീറ്റി, അതായത് ടെസ്റ്റുകൾ നടത്താൻ പാടില്ല എന്നുള്ളതിന്റെ ട്രീറ്റി. ഇങ്ങനെ പൊക്കാറലില് 74-ൽ നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ചെയ്യുന്നുണ്ട്. അപ്പോ എന്ത് പറ്റും? USSR പറയും ഞങ്ങൾ ന്യൂക്ലിയർ ഫ്യൂവൽ തരില്ല, താരാപൂർ അറ്റോമിക് പവറിന് ആവശ്യമായ ന്യൂക്ലിയർ ഫ്യൂവൽ തരില്ല എന്ന് പറയുന്നു. ആ റെഫ്യൂസൽ വന്നപ്പോൾ വേഗം തന്നെ വേറെ ഒരു റിഷീമായിട്ട് ഇന്ത്യ എന്ത് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ ചെയ്യും?
അപ്പൊ ബയലാറ്ററൽ റിലേഷൻസിന് ഒരു സെറ്റ് ബാക്ക്, ഒരു പിന്നാക്കം പോയി ആ സമയത്ത്. ആ സമയം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വന്നിട്ട് റെഫ്യൂസ് ചെയ്തു. US-ന്റെ അഭിപ്രായങ്ങള് ഇന്ത്യ റെഫ്യൂസ് ചെയ്യും. USSR ഒരു അഗ്രസർ ആണെന്ന് പറയുമ്പോൾ ഇന്ത്യ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്രിട്ടിക്കൽ ആയിട്ടാണ് ഇന്ത്യ അതിനെ കാണുന്നത്. കൺഫ്രണ്ടേഷൻ റീസൺസ് പിന്നെയും റൊണാൾഡ് റീഗന്റെ സമയത്തും, അതായത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതിനെപ്പറ്റി ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് വരുന്നു. ഒരു ഇന്ത്യൻ ഓഷ്യൻ ഒരു സോൺ പീസാക്കണം, അവിടെ ഒരു സമാധാനമായിട്ടുള്ള പീസാക്കണം എന്നുള്ളതാണ്. അതുകൂടാണ്ട് ബാഗ്ദാദ് പാക്ട് വരുന്നുണ്ട്. അതില് US കൺസിഡർ ചെയ്യുന്നത് പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ് ഇവരെ മൂന്നുപേരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സോവിയറ്റിനെ അല്ലെങ്കിൽ റഷ്യനെ അടിച്ചമർത്തുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ നോക്കുക. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഓരോ ആക്ടിവിറ്റി അവർ ചെയ്യുമ്പോഴും അതിന്റെ പിന്നാലെ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ആ ദുരുദ്ദേശം വരുന്ന സമയത്താണ് നമുക്ക് അവർക്കുള്ള വിശ്വാസം കുറയും, അവിടെ സംശയം കൂടുതലാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് 91 മുതൽ ഇപ്പൊ വരെയുള്ള കാലഘട്ടം, അതായത് പോസ്റ്റ് കോൾഡ് വാർ പീരീഡ്. ഈ പോസ്റ്റ് കോൾഡ് വാർ പീരീഡിൽ നമ്മളുടെ സ്ട്രെങ്ത് ആണ് നമ്മളെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ കാണിക്കുകയാണ്. നമ്മളുടെ ഗവൺമെന്റിന്റെ സ്ട്രെങ്ത് മുഴുവനും എഡ്യൂക്കേഷൻ അവയർനെസ് കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെന്റ് തന്നെ വളരെ കാര്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ തയ്യാറല്ല, നമ്മൾ അടിച്ചമർത്തപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ നല്ല വിധത്തിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുള്ള ലെവലിലാണ് ഇന്ത്യയും US-ഉം തമ്മിൽ പിന്നെ പതുക്കെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയാണ്. ഇനി ഈ സമയത്താണ് സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആവുന്നത് 90-91. ആ സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആയി പോയപ്പോൾ ഈ എക്കണോമിക് ലിബറലൈസേഷൻ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്ത് എല്ലാ ഇറിറ്റേഷൻസ് ഉണ്ടെങ്കിലും ബയലാറ്ററൽ റിലേഷൻസ് നമ്മൾ കൂടുതലായിട്ട് എടുത്തു വരുന്നത് കാരണം വെച്ചാല് നമ്മൾക്ക് നല്ല വിധത്തിൽ ഇന്ത്യനെ കൊണ്ടുപോകണം, നമ്മളുടെ ഗവൺമെന്റിനെ നല്ല വിധത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, 2 കൺട്രികളും കൂടെ ചേർന്നിട്ട് നേവൽ എക്സസൈസ്, ജോയിന്റ് ആയിട്ടുള്ള നേവൽ എക്സസൈസ് ചെയ്തു. കൂടാണ്ട് അപ്പോ പ്രൈം മിനിസ്റ്റർ നരസിംഹ റാവുവിന്റെ കാലഘട്ടമാണിത്. അപ്പോ ഒരാഴ്ചത്തേക്ക് US-ലേക്ക് വിസിറ്റ് ചെയ്യും. അവിടെ 94 ഇതിന്, അതായത് പ്രൈം മിനിസ്റ്റർ അവിടെ പോയി സംസാരിക്കുക, അവരുമായിട്ട് സന്ധി കൂടാനുള്ള ഒരു ആലോചന കൊണ്ടുവരികയും ആ ആലോചന മുഖാന്തരം സന്ധി സംഭാഷണം കഴിഞ്ഞ് ഒരുപാട് മെമ്മോറാണ്ടം, MOUs എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറയാ. ഞങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അതിനെ പറ്റിയുള്ള ഡോക്യുമെന്റേഷനാണ് നമ്മള് MOUs എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ വിധത്തില് 94 റാവുവിന്റെ വിസിറ്റും അവരുടെ സംസാരവും അവരുടെ ഡിസ്കഷൻസും കുറച്ചൊന്ന് ആ റിലേഷൻഷിപ്പിനെ കുറച്ച് സൗമ്യമാക്കി കൊടുത്തു. ഇനി അടുത്തത്, ഇത് നമ്മൾ ഇവിടെ ഓൺ ഡിവൈസ് ബൈ ഇന്ത്യ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാല് ആ 95 ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യുന്ന US ഡിഫൻസ് കമ്മിറ്റി ആണ്. ഇവരും വളരെ പല വിധത്തിലുള്ള എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാണ്ട് US-ന്റെ ഒരു ട്രേഡ് ലോസ് കൊണ്ടുവരുന്നു. ആ ട്രേഡ് ലോസ് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഒരു ഡിസ്റ്റർബിംഗ് ഫാക്ടർ ആയിട്ട് വരാൻ പാടില്ല, US റിലേഷൻഷിപ്പിനെ ഡിസ്റ്റർബിംഗ് ഫാക്ടർ ആയിട്ട് വരാൻ പാടില്ല എന്ന് കൊണ്ടുവരുന്നു. പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മള് ഒരു ഫൈറ്റർ പ്ലെയിൻസ് ഉണ്ട്, F-16 എയർക്രാഫ്റ്റ്. ഈ F-16 എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക, അമേരിക്കയിൽ നിന്ന് മേടിക്കുന്നു. അപ്പോ ഇതിന് അമേരിക്കയുടെ സെല്ലിംഗ് ടെക്നിക്കാണ്. അവിടെ F-16 എയർക്രാഫ്റ്റ് പാകിസ്ഥാന് കൊടുത്താൽ അത് നമുക്ക്, അപ്പോ US അതിനെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് വല്ലാണ്ട് അത് ഒരു തിരിച്ചടി എന്നുള്ള ലെവൽ ഇന്ത്യ വേഗം തന്നെ സ്വന്തമായിട്ട് ഒരു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കി.
നിങ്ങളുടെ വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ ഇന്ത്യ റെസ്പോൺസ് ചെയ്തത് അതൊരു അടിയാണ് അവർക്ക്. US കൊടുത്ത അടി. ടെക്നിക്കലി ഞങ്ങൾ നിങ്ങൾക്കൊപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ദൃക്സാക്ഷി, ഒരു വിവരണം എന്ന വിധത്തിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇന്ത്യ തന്നെ ഉണ്ടാക്കുകയും അവരുടെ കയ്യിൽ നിന്ന് US നിന്ന് മേടിക്കാണ്ട് സ്വയസിദ്ധമായ കഴിവ് ഉപയോഗിച്ച് ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതും അവർക്കൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇന്ത്യയുടെ ടെക്നോളജിനെ പറ്റി. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു സീറ്റ്, UNOയിൽ സീറ്റ് കിട്ടണം. അത് പെർമനന്റ് സീറ്റ് വേണം. USA നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ത്യ പെർമനന്റ് സീറ്റ് വേണം എന്നുള്ള ഒരു അപ്രോച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതിന് എക്കണോമിക് ആയിട്ട് ഇന്ത്യക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ എൻഗേജ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഇഷ്യൂസ് ഒക്കെയാണ് നമ്മൾ അവിടെ പരാമർശിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതാണോ, വിൻ വിൻ കൺട്രീസ് ആണോ. അപ്പൊ ഇന്ത്യയുടെ എക്കോണമി കണ്ടിന്യൂസ് ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ത്യനെ ഒരു ബാക്കിയുള്ള വളർന്നിട്ടുള്ള ഡെവലപ്ഡ് കൺട്രികൾക്ക് ഒപ്പത്തിനൊപ്പം കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമ്മൾ UNOയിൽ സീറ്റ് ചോദിക്കുന്നതും. തേർഡ് എവല്യൂഷൻ എന്നുള്ള ലെവലിൽ നമ്മൾ പെർമനന്റ് സീറ്റ്, നമുക്ക് പെർമനന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീറ്റോ പവർ കിട്ടും. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യയുടെ ഗ്രേറ്റ് പവേഴ്സിന് വില്ലിങ്നെസ് കൊണ്ടുവന്ന് ഇന്റർനാഷണൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനും നമ്മൾ തയ്യാറാണ്. ഇന്ത്യ ഗവൺമെന്റ് ഒട്ടും പിന്നാലെയല്ല, മോശമല്ല എന്നുള്ളതിനെ അറിയിച്ചു കൊടുക്കുകയാണ് ഇങ്ങനത്തെ പ്രോഗ്രസ് കൊണ്ട്. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ ഇന്ത്യ ലെവലില്, നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലും, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കൗൺസിലില് ഒരു പെർമനന്റ് സീറ്റ് കിട്ടുന്നത് എപ്പോഴും ഇന്ത്യക്ക് ഒരു ഇന്ത്യയുടെ തൊപ്പിൽ ഒരു തൂവലാണ്. അപ്പൊ അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും. ഇനി ഏറ്റവുമായിട്ടുള്ള ഡിഫൻസ് ടൈസ് എന്തൊക്കെയാ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസിനെ പറ്റിയുള്ളത്. US തോന്നി ഇന്ത്യ വളരെ റീജിയൻ ആണ്. പാകിസ്ഥാന്റെ റീജിയനില് ബോംബേഴ്സിനും അതേമാതിരി തന്നെ അവിടെ US ഇൻട്രസ്റ്റ് ചെയ്യാനും ഗൾഫ് റീജിയനില് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഗൾഫ് റീജിയനിലൊക്കെ വാർ വരുമ്പോ US ആർമി വരുന്നത്. അങ്ങനെ ഒരു ഗൾഫ് റീജിയനിലും ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് US സ്ട്രാറ്റജിയാണ്. അതേസമയം അവരുടെ സ്ഥാനമായിട്ട് ഉപയോഗിച്ചത് പാകിസ്ഥാനാണ്. അവരുടെ പെട്ടെന്നുള്ള സ്ഥാനം, ലാൻഡ് ഫോഴ്സ് എന്നുള്ള ലെവൽ. അതേമാതിരി തന്നെ US അഡ്മിനിസ്ട്രേഷൻ 1950-60 ഇന്ത്യയിൽ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ഒരു ബാലൻസർ, കമ്മ്യൂണിസ്റ്റ് ചൈനയുമായിട്ട് ഒരു ബാലൻസർ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിൽ ഈ ഗ്രേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അങ്ങനെ ചൈനയുമായിട്ട് ഒരു സംബന്ധം കൊണ്ടുവരുമ്പോൾ, US സംബന്ധിക്കാൻ വരുമ്പോൾ ഇന്ത്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ് അവരുടെ ഇൻഫ്ലുവൻസ് അവർ കൊണ്ടുവരുന്നത്. ഇനി ഡിഫൻസിന്റെ സപ്പോർട്ട് എങ്ങനെയൊക്കെയാണെന്ന് ഇതില് US അപ്രൂവ് ചെയ്യാണ്. അതായത് 200 ഷെർമൻ ടാങ്ക്സ്, 19 മില്യൺ വർത്തുള്ള, അതേമാതിരി S-55 ഹെലികോപ്റ്റേഴ്സ്, 54C-119 ഫെയർചൈൽഡ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ്, ഇതൊക്കെ നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. സെയിൽ അപ്രൂവ് ചെയ്യുന്നു, US അപ്രൂവ് ചെയ്യുന്നു. അത് മാത്രമല്ല ഇവിടെ ഇതിനെ പറ്റിയൊന്നും US കോമ്പാറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. കോമ്പാറ്റിംഗ് സിസ്റ്റം ഓർ ഫോഴ്സ് സ്ട്രക്ചർ സിസ്റ്റം, ഈ വെപ്പൺസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരുന്നു വെച്ചാൽ നമ്മളുടെ ഡിഫൻസ് ആണ് ഇംപ്രൂവ് ചെയ്യുന്നത്. നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്താൽ നമ്മൾക്ക് ബാക്കിയുള്ള മിലിറ്ററി ഫോഴ്സിൽ അതൊരു സ്ട്രെങ്ത് ആണ്. അതാണ് കാരണം. ഇനി ചൈന വാർ, ഇന്ത്യ ചൈന വാർ സപ്പോർട്ടിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്തു? 62 നമുക്ക് ആ സമയത്ത് US ചൈനീസ് അറ്റാക്ക് ഇരുന്ന സമയത്ത് US മിലിറ്ററി നമുക്ക് സപ്ലൈ ചെയ്തു ഇന്ത്യക്ക്. അപ്പോൾ ആ അസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് കിട്ടിയിരുന്നത് ചെറിയ ചെറിയ ആംസ് ആൻഡ് അമ്യൂണേഷൻ ആണ്. വലിയ വിധത്തിലുള്ള മിലിറ്ററി കോപ്പുകളല്ല, ചെറിയ കാര്യങ്ങളായാൽ കൂടിയും അത് നമുക്ക് സഹായ സഹകരണം. ആ സമയത്ത് ചൈന ഇന്ത്യ അറ്റാക്ക് ചെയ്ത 1962 എനിക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് ഇവിടെ എറണാകുളത്ത് തന്നെ ലൈറ്റൊക്കെ ഓഫ് ആവും, 6 മണിയാകുമ്പോൾ സൈറൻ വരും. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. റോട്ടിലൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാവും, ചാടിയിരിക്കാൻ പറയും.
ഇങ്ങനെ മിലിറ്ററിന്റെ സൈറനുള്ള വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുക എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ആ ചൈനീസ് വാർ ടൈമിൽ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേവൽ ബേസ് ആയിരുന്നുകൊണ്ട് പിന്നെ നമുക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. എന്നാലും സപ്പോർട്ട് ചെയ്യുന്നത് US സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ട് ചെറിയ വിധത്തിൽ ആയുധക്കോപ്പുകളും എല്ലാം കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അതുകൊണ്ട് അവരുടെ US-ന്റെ സപ്പോർട്ട് കൊണ്ടാണ് ആ വാർ നമുക്ക് ജയിക്കാൻ പറ്റിയത്. ചൈനീസ് വാർ നമ്മൾ ജയിക്കുകയും അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മളപ്പോൾ അവർക്കും അങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാനും നമ്മൾ കരാറിൽ സമ്മതിക്കുകയാണ്. ഇനി അടുത്തത് ജാഗ്വാർ എയർക്രാഫ്റ്റ്, ഇറാനിയം ഫ്യൂവൽ. ജാഗ്വാർ എയർക്രാഫ്റ്റ് മേടിക്കുകയാണ്. ഇപ്പൊ സോവിയറ്റിന്റെ ഇന്റർവെൻഷൻ വന്നു, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നപ്പോ ഇന്ത്യക്ക് യുണൈറ്റഡ് നേഷൻസ് അവരുടെ മിലിറ്ററിന്റെ ഹാർഡ്വെയർ തരാൻ തയ്യാറായി. അതേമാതിരി തന്നെ ഒരു ഇന്ത്യൻ ടീം US പോവുകയും 1980 അവിടെ ചെന്ന് ഈ ആന്റി ടാങ്ക് മിസൈൽസ്, ലോങ് റേഞ്ച് ആയിട്ടുള്ള ബ്ലേസേഴ്സ് ഇതൊക്കെ മേടിക്കാനുള്ള കാരണം നമ്മളുടെ മിലിറ്ററി നമ്മൾ 90% നമ്മളുടെ ബഡ്ജറ്റിൽ ഇതിനു വേണ്ടി കൊടുക്കാനായിട്ടുള്ള ഒരു അഭിപ്രായം വരികയാണ്. കാരണം മിലിറ്ററി സ്ട്രെങ്ത് ആയാൽ ബാക്കിയുള്ള നെയ്ബർ കൺട്രീസ് നമ്മളെ ഉപദ്രവിക്കുന്നില്ല. അതേമാതിരി ജിമ്മി കാർട്ടറിന്റെ അഡ്മിനിസ്ട്രേഷൻ ടൈമിൽ അമേരിക്കൻ ഇലക്ട്രോണിക് ഗൈഡൻസ് സിസ്റ്റം ഇന്ത്യയിൽ ഈ ഇലക്ട്രോണിക് ഗൈഡൻസ് സിസ്റ്റം വെച്ചാൽ ജാഗ്വാർ എയർക്രാഫ്റ്റ് മേടിക്കുകയാണ്. അതിന്റെ കൂടാതെ ഈ നമ്മളുടെ ന്യൂക്ലിയർ ടെസ്റ്റിന്റെ യുറാനിയം ആവശ്യമാണ്, ഫ്യൂവൽ ആവശ്യമുണ്ട്. താരാപൂറില് യുറാനിയം ഫ്യൂവൽ ആവശ്യമുണ്ട്, അതും അവര് തരാമെന്ന് സമ്മതിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സിഗ്നേച്ചർ MOU സൈൻ ചെയ്തത് US-ഉം ഇന്ത്യയും തമ്മിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി 84 സിഗ്നേച്ചർ ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇവിടെ വരുമ്പോഴത്തേക്കും ജനറൽ ഇലക്ട്രിക്കല് F404 എൻജിൻസ് ഇതൊക്കെ വന്ന് നൈറ്റ് വിഷൻ ഡിവൈസസ്. ടാങ്കിന് രാത്രി പോകുമ്പോൾ അവര് യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് കാണണമല്ലോ നൈറ്റ് വിഷൻ. പെർമിഷൻ ഉണ്ടാക്കുക, പ്രൊഡക്ഷനുള്ള TF എയർക്രാഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കൊടുത്തുകൊണ്ട് വരികയാണ്. ഇനി സിവിലിയൻ ടെക്നോളജിയിൽ വരുമ്പോൾ നമ്മൾ 84-87 ഒരു റാങ്ക് ഉണ്ട്. ഇന്ത്യ 7th റാങ്ക് ആയിരുന്നെങ്കിൽ കൂടെയും 84 ആകുമ്പോഴത്തേക്ക് നമ്മൾ വരികയാണ്, മുന്നിൽ കയറി വരുന്നു. പിന്നെ നമ്മളുടെ ബിൽ ക്ലിന്റൺ ഇവിടെ വരികയും ഇവിടെ വന്നിട്ട് നമ്മളുടെ ആൾക്കാരെ സംവാദിക്കുകയും റഷ്യയും ഇന്ത്യയിലത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സഹായ സഹകരണങ്ങൾ പ്രോമിസ് ചെയ്തു. കാശ്മീർ ഇഷ്യൂ പ്രോമിസ് ചെയ്തു. UNC റെസൊല്യൂഷന്റെ സൈൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ 98 ഒരു ന്യൂ സ്ട്രാറ്റജി കൊണ്ടുവന്നു ന്യൂക്ലിയർ ടെസ്റ്റിന്. ഇനി കാർഗിൽ ഇഷ്യൂലും ഇതേമാതിരി തന്നെ അവര് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇഷ്യൂലൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഗവൺമെന്റിന്റെ US-ന്റെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ന്യൂക്ലിയർ റിലേഷൻസ് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ ആയിട്ടുള്ള എല്ലാവിധ ഇന്ത്യയെ അങ്ങനെ തന്നെ ഇന്ത്യക്ക് കൂടുതൽ ഫ്രണ്ട്ഷിപ്പായി. ഇനി എക്സ്പോർട്ട് ക്വാളിറ്റികളും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. 84, 98, 70, പ്രിൻസ് ക്ലിന്റൺ എല്ലാ ഇമ്പോസ് ചെയ്തിരുന്ന ഡ്യൂട്ടിയൊക്കെ മാറ്റി, എക്സ്പോസ് ഒക്കെ മാറ്റി, എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രോൾ ഡ്യൂട്ടിയൊക്കെ മാറ്റി. 88